ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി അവൽ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 പഴം എടുത്തിട്ടുണ്ട്, അതുപോലെ കട്ട പാലൊരു പാക്ക് എടുത്തിട്ടുണ്ട്, അവിൽ വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കടലയും ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ടപ്പാലാണ് എടുത്തിട്ടുള്ളത്. കട്ടപ്പാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലൂസ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട്, പച്ചപ്പാൽ തന്നെയാണ്. പിന്നെ ആ 3 പഴം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുറിച്ച് വെച്ച പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഞാൻ എല്ലാ പഴം അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ കുതിർത്തി വെച്ച കടല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത കടലയാണത്. അതിനുശേഷം 10 മിനിറ്റ് ഞാൻ അവിലും വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴമൊക്കെ ഇട്ട് കൊടുക്കുന്നത് തന്നെ അത്യാവശ്യം മധുരമായിരിക്കും അതിലുണ്ടാവും. പിന്നെ ഞാൻ ഗ്ലാസ്സിൽ മാറ്റി വെച്ചിരുന്ന കുറച്ച് ലൂസ് പാൽ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒന്ന് ഉടച്ച് വെച്ചിരുന്ന ആ കട്ടപ്പാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഈ രീതിയിലൊന്ന് ഉടച്ചെടുത്താൽ മതി പാൽ. അതിനുശേഷം ഞാൻ അതിലേക്ക് ഹോർലിക്സിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 പാക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അത് മൊത്തമായിട്ട് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതേ ഞാൻ അതിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വാനില ഐസ്ക്രീം ഞാൻ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അവൽ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് അവിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. ആ വറുത്ത് വെച്ച അവിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കടല അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് ഹോർലിക്സിൻ്റെ പൊടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക.